നമ്മുടെ റബ്ബ് ആരാണ്, ആ റബ്ബിന്റെ കഴിവെന്താണ്, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മളെ വീണ്ടും അള്ളാഹു ബോധ്യപ്പെടുത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ കൺപുരികം, അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന മുടി എന്ത് ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒന്ന് മുകളിലാണ് ഒന്ന് താഴെയാണ്, പക്ഷെ രണ്ടിന്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇടക്കിടക്ക് ബാർബർ ഷോപ്പ് പോയി വെട്ടണം അല്ലെ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മുടി വെട്ടാൻ ഭയങ്കര മടിയാണ്. ചെറിയ കുട്ടികളൊക്കെ ബാർബർ ഷോപ്പ് കൊണ്ടുപോയി ഞങ്ങൾ തല്ലി വെട്ടിക്കേണ്ടി വരും അല്ലെ. കുട്ടികളിങ്ങനെ ഫുട്ബോൾ ഫാൻസ് ആയിട്ട് മുടി വെട്ടുക എന്നുള്ളത് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. മുടി വെട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മുടി ഇങ്ങനെ വളർന്നു വരുന്ന. എന്നാ കൺപുരിക ആരെങ്കിലും വെട്ടാറുണ്ടോ? ഇല്ല. പക്ഷെ രണ്ടും ഏകദേശം ഒരേ സ്ട്രക്ചറാണ്. പക്ഷെ എന്തുകൊണ്ട് കൺപുരികം ഒരു പ്രത്യേക ലെങ്ത് എത്തുമ്പം അതിന്റെ വളർച്ച അവസാനിക്കാണ്. അതിന്റെ പ്രോഗ്രാം അതിന്റെ കോശങ്ങളിൽ ചെയ്തു വെച്ചത് ആരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ആരാണ് റബ്ബ് എന്ന് പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ നമ്മൾക്ക് പോലും മനസ്സിലാകുന്നത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നിങ്ങൾ നോക്കി, എത്ര വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ഡൈജഷൻ നടക്കുന്ന, ആസിഡ് വന്ന് ഡൈജഷൻ നടക്കുന്ന നമ്മുടെ ഈ ആമാശയത്തിലെ കോശഭിത്തികളിലുള്ള ആ ലൈനിങ്ങിലുള്ള എപ്പിത്തീലിയൽ കോശങ്ങൾ 24 മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിലുള്ള ന്യൂറോൺസോ നമ്മൾ ജനിക്കുമ്പോഴുള്ള ന്യൂറോണാണ്, നമ്മൾ മരിക്കുമ്പോഴുള്ള ന്യൂറോൺ. ആ ന്യൂറോൺ നമ്മളെ കൂടെയാണ് മരിക്കുക. അത്രയും ലോങ് ലൈഫുള്ള ന്യൂറോൺ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ, 39 ട്രില്യൺ കോശങ്ങൾ. ആരാണ് സഹോദരങ്ങളെ ഇവയെ സൃഷ്ടിച്ചത്? ആരാണ് ഇവയെ നിയന്ത്രിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ നോക്കി, ഒരു കോശത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 മീറ്റർ DNA ചുരുട്ടി വെച്ചിട്ടുണ്ട്. 2 മീറ്റർ. ഈ 39 ട്രില്യൺ കോശങ്ങൾ പരിശോധിച്ചാൽ 7800 കോടി കിലോമീറ്റർ നീളമാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള DNA നീളം. നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് സൂര്യനിലേക്ക് 15 കോടി ഉള്ളെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള DNA സ്ട്രാൻഡിന്റെ നീളം അത് 7800 കോടി കിലോമീറ്റർ ആണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, ഇത്രയും കോംപ്ലക്സ് ആയ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് നിങ്ങൾ അങ്ങനെ വെറുതെ വിട്ടേക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടികളെ? ഇല്ല. ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്.